ഈ ഒരു വയസ്സായ അമ്മൂമ്മണെന്ന് വെച്ചാൽ വീട്ടിൽ പാചകം ചെയ്യുന്നത് തൊട്ട് റേഷൻ കടയിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുന്നതും അലക്കുന്നതും തുടക്കുന്നതും ഒക്കെ ഒറ്റക്കാണ്. ഇതെല്ലാം കണ്ട ഒരു പെണ്ണാന്ന് വെച്ചാൽ ഈ ഒരു അമ്മൂമ്മയോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ഈ ഒരു ജോലികളൊക്കെ മൊത്തമായിട്ട് നിങ്ങളാണോ ചെയ്യുന്നത്, നിങ്ങൾ ആരാ ശരിക്കും വീട്ടില് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അമ്മ പറയാണ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മോളില്ലേ അതിന്റെ അമ്മയാണ്. അവള് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പാവം ചെറിയൊരു കുഞ്ഞിനെ വെച്ച് ഒറ്റയ്ക്ക് ജോലി ചെയ്യണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവളാന്ന് വെച്ചാൽ എന്നെ ഒരു വേലക്കാരിനെ പോലെയാണ് കാണുന്നത്. വീട്ടിലുള്ള എല്ലാ പണികളും എന്നെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. എല്ലാ പണിയും ചെയ്ത് എനിക്കാകെ വയ്യാണ്ടായി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ആരോ പുറത്ത് വന്ന് കഥക് തുറന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ മരുമോന്റെ അമ്മയായിരുന്നു വന്നിരുന്നത്. ഈ ഒരു അമ്മക്കാണെന്ന് വെച്ചാൽ ആ ഒരു ടൈം മരുമോന്റെ അമ്മനെ കണ്ടതും എന്തോ മുന്നിൽ ഒരു ഏഞ്ചൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നാണ്. കാരണം തന്റെ പണി ഷെയർ ചെയ്യാനായിട്ട് ഒരാളെ കിട്ടിയല്ലോ. അങ്ങനെ ഇവരെല്ലാരും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ ഈ മകനാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കറി തിന്നാനായിട്ട് കൊതിയായിട്ട് വയ്യ, അമ്മ അത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ, അതുകൊണ്ട് അമ്മ അത് ഉണ്ടാക്കോ എന്ന് പറഞ്ഞ് ഈ മരുമകന്റെ അമ്മനെ അടുക്കളയ്ക്ക് വിടാണ്. ഒരു മരുമകന്റെ അമ്മയാണെന്ന് വെച്ചാൽ സന്തോഷത്തോടുകൂടി എന്റെ മകനെ എന്റെ കറി ഇഷ്ടമായോണ്ടല്ലേ അത് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചത്, അത് ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞ അടുക്കളയിൽ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം ഈ വയസ്സായ അമ്മൂമ്മ വന്നിട്ട് പറയാണ്, ആ ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ വന്ന അവസരം, നിങ്ങളുടെ മോൻ ഇതുപോലെ തന്നെ എന്നോടും പറഞ്ഞേ. അങ്ങനെ ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഈ വീട്ടിലെല്ലാ പണിയും ഞാനാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം ഈ ഒരു മരുമോന്റെ അമ്മേനോട് ഈ അമ്മ പറയുന്നുണ്ട്. ആ ഒരു സമയം ഈ മരുമോന്റെ അമ്മക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ, നിന്നെ കൊണ്ടാണോ ഇപ്പൊ ഇവിടെ ഉള്ള ജോലികൾ മുഴുവൻ ചെയ്യിക്കുന്നത്, ഇതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു രണ്ട് അമ്മമാരും ഇരുന്ന് എന്തോ ഒരു കളി കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ മകള് പറയാണ്, അമ്മ കടയിൽ പോയിട്ട് കുറച്ച് പഴം മാത്രം ഒന്ന് വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മായിമാണെന്ന് വെച്ചാൽ എന്തിനാ നിന്റെ അമ്മനെ പറഞ്ഞയക്കുന്നത്, ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ തീർന്നു. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ഇതിന്റെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.